1953 കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ് സ്ഥാപിതമാകുന്നത്. ഈ കലാലയത്തിന്റെ സ്ഥാപന ലക്ഷ്യത്തെക്കുറിച്ച് അഭിവന്യ യൂഹാനൻ മാർത്തോമാ മെത്രാപ്പൊലീത്ത പറഞ്ഞു. അറിവും അർത്ഥവുമില്ലാത്ത ജനങ്ങളിലേക്ക് ആ വകകൾ എത്തിക്കുന്നതിനുള്ള സംരംഭമാണ് മാർത്തോമാ സഭയുടെ നേതൃത്വത്തിൽ കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിന്റെ സ്ഥാപനം. അന്യ മതസ്ഥർക്ക് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഉണ്ടായതുകൊണ്ടല്ല, മറിച്ച് കേരളത്തിന്റെ കിഴക്കൻ മലയോര മേഖലകളിൽ വസിക്കുന്ന ആളുകൾക്ക് അറിവിന്റെ അക്ഷര വെളിച്ചം പകർന്നു നൽകുന്നതിനാണ് ഈ കലാലയം സ്ഥാപിതമായിട്ടുള്ളത്. സഭ മുൻപോട്ട് വെച്ചിട്ടുള്ള ഈ ദർശനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കഴിഞ്ഞ 74 വർഷമായി കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ് പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകുന്നു. 1953 തിരുവിതാംകൂർ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കലാലയം 1956 കേരളത്തിന്റെ രൂപീകരണവും തുടർന്നു വന്ന 1975 ഡയറക്ട് പേയ്മെന്റ് എഗ്രിമെന്റ് തുടങ്ങി നിരവധി വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളിലൂടെയാണ് മുൻപോട്ട് പോയത്. 2020 ആരംഭിച്ച ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി ക്യാമ്പസിന്റെ അക്കാദമിക് പ്രവർത്തനങ്ങൾ പുനർക്രമീകരിക്കുന്നതിനും 4 വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിക്കുന്നതിനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ കോളേജിന്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ ജാഗരൂകരായിട്ടുള്ള സമർപ്പിതരായിട്ടുള്ള അധ്യാപകരുടെ ഒരു ശ്രേണി ഈ കലാലയത്തിന്റെ സവിശേഷതയാണ്. കലാലയത്തിന്റെ തുടക്കം മുതൽ ഇന്നേ വരെ പ്രവർത്തിച്ചു പോന്നിട്ടുള്ള അധ്യാപകരെല്ലാം തന്നെ സമർപ്പിതരും സമൂഹത്തിൽ ഉന്നത ശ്രേണിയിൽ വർദ്ധിക്കുന്നവരുമായിരുന്നു. ഈ കലാലയത്തിന്റെ സ്ഥാപിത ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി സമർപ്പിതരായിട്ടുള്ള യുവാക്കളായിട്ടുള്ള ഒരു പറ്റം അധ്യാപകരാണ് ഇന്ന് ക്യാമ്പസിലുള്ളത്. 2023 നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ A++ അംഗീകാരവും CGPA 3.67, അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേക പദവിയായിട്ടുള്ള സ്റ്റാർ കോളേജ് പദവിയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള മധ്യ തിരുവിതാംകൂറിലെ ഏക കലാലയമാണ് കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ്. ഈ കോളേജിന് ദീർഘകാലമായിട്ട് വിവിധ ദേശീയ അന്തർദേശീയ ഏജൻസികളുമായി കൊളാബറേഷനും വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോജക്റ്റുകളും മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കൻ അന്തർദേശീയ കൊളാബറേഷനിലൂടെ രൂപപ്പെട്ട 4 സ്ക്വയർ കിലോമീറ്റർ ടെലിസ്കോപ്പിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ തുടക്കം, ആദ്യമായിട്ട് ഒരു ക്യാമ്പസിലേക്ക് എത്തുന്ന ഇന്റർനെറ്റ് കണക്ടിവിറ്റി, അതോടൊപ്പം തന്നെ ISROയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന സമ്മർ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകൾ, IUKയുമായി ചേർന്നുള്ള പ്രവർത്തനങ്ങൾ, ക്യൂ ബൊട്ടാണിക്കൽ ഗാർഡനുമായിട്ട് ചേർന്നിട്ട് ഹോർട്ടിക്കൾച്ചർ മേഖലകളിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ന്യൂയോർക്ക് ഹെർബേറിയം കൺസോർഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അന്തർദേശീയ മേഖലയിലുള്ള ഇടപെടലുകൾ, അതോടൊപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച ഗവേഷണ കേന്ദ്രങ്ങളിലൊന്നായി പ്രവർത്തിക്കുന്നതിനും ക്യാമ്പസിന് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പതിറ്റാണ്ടുകളിലൂടെ 57 ഗവേഷണ വിദ്യാർത്ഥികളെയാണ് ഈ ക്യാമ്പസ് ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ വിദ്യാർത്ഥികളുടെ ഗവേഷണ ഫലങ്ങളും തുടർന്ന് അന്തർദേശീയ രംഗങ്ങളിൽ അവർക്ക് സേവനങ്ങൾ സംഭാവന നൽകുന്നതിനും കഴിഞ്ഞിട്ടുണ്ട്. ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വളർച്ച, അതിനെ പിന്തുണയ്ക്കുന്ന ഒരു മാനേജ്മെന്റ്, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ധനസഹായ പദ്ധതികൾ, അതോടൊപ്പം തന്നെ മികച്ച ലൈബ്രറി, 56,000 പുസ്തകത്തിലധികം സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള അത്യപൂർവ ലൈബ്രറികളിലൊന്നാണ് കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിലെ ലൈബ്രറി. ഇത്തരം സവിശേഷതകളുള്ള ഒരു ക്യാമ്പസിൽ പഠിക്കുക എന്നുള്ളത് അനുഗ്രഹീതമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വിദ്യാർത്ഥികളിൽ 99% വിവിധ തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ പ്രദാനം ചെയ്യുന്നതിന് ക്യാമ്പസിന് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള 10 ലക്ഷത്തിലധികം രൂപയുടെ സ്കോളർഷിപ്പുകൾ മറ്റൊരു ഭാഗത്തുമുണ്ട്. വിവിധ അലുമിനി ചാപ്റ്ററുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിന്തുണച്ചു കൊണ്ട് നൽകുന്ന സ്കോളർഷിപ്പുകളുടെ ഒരു നിരയുമുണ്ട്. അങ്ങനെ വിദ്യാർത്ഥി സൗഹൃദ ക്യാമ്പസ് എന്നുള്ള നിലയിൽ ശ്രദ്ധേയമാണ് കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിന്റെ പ്രവർത്തനങ്ങൾ. കേരളത്തിലെ എണ്ണപ്പെട്ട ഹരിത ക്യാമ്പസുകളിലൊന്നാണ് കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ്. ഈ വർഷം കേരള സർക്കാർ പുറത്തിറക്കിയിട്ടുള്ള ഹരിത ക്യാമ്പസുകളുടെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിൽ കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിന്റെ പ്രവർത്തനങ്ങളും പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നാഷണൽ സർവീസ് സ്കീം,
NCC ഇവയുടെ പ്രവർത്തനങ്ങളിലൂടെ ദേശീയ അന്തർദേശീയ തലങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കുന്നതിന് ഞങ്ങൾക്ക് കഴിഞ്ഞു. ഈ അക്കാദമിക് വർഷം റിപ്പബ്ലിക് ഡേ പരേഡുമായിട്ട് ബന്ധപ്പെട്ട് 4 വിദ്യാർത്ഥികൾക്ക് ആ പരേഡിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരങ്ങൾ സിദ്ധമായി. അതോടൊപ്പം തന്നെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് ദേശീയ തലത്തിലുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നതിനും ഇന്ത്യയെ അറിയുന്നതിനുള്ള സഞ്ചാര പദ്ധതികളിൽ ഭാഗഭാക്കാകുന്നതിനും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ക്യാമ്പസ് പോകുന്നത്. വിമൻ ഫ്രണ്ട്ലി ക്യാമ്പസ് എന്നുള്ള നിലയിൽ സ്ത്രീ പഠനത്തിന് പ്രത്യേക വിഭാഗം, സ്ത്രീകളുടെ വിമൻ സെൽ, സ്ത്രീകളുടെ നൈപുണികൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, സ്ത്രീ സംരംഭകരെ വാർത്തെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ, ഇത്തരത്തിൽ ഞങ്ങൾ ആസൂത്രണം ചെയ്ത് മുൻപോട്ട് വരുന്നു. 50-ലധികം സ്കിൽ കോഴ്സുകൾ വിവിധ ഏജൻസികളുടെ നേതൃത്വത്തിൽ ഈ കോളേജ് നടത്തിപ്പോരുന്നു. അതോടൊപ്പം തന്നെ അസാപ്പ്, NSDC തുടങ്ങിയിട്ടുള്ള ദേശീയ ഏജൻസികളുമായിട്ട് ചേർന്നിട്ടുള്ള പ്രവർത്തനങ്ങളും കുട്ടികൾക്ക് പുതിയ തലമുറയിൽപ്പെട്ട കോഴ്സുകൾ പരിചയപ്പെടുന്നതിനും പുതിയ നൈപുണികൾ കരസ്ഥമാക്കുന്നതിനുമുള്ള സാധ്യതകളെയാണ് തുറന്നു കൊടുത്തിട്ടുള്ളത്. ഈ ക്യാമ്പസ് ഒരുപക്ഷെ മധ്യ തിരുവിതാംകൂറിലെ എണ്ണപ്പെട്ട ക്യാമ്പസായിട്ട് മാറുന്നത് നാക്കിന്റെ A++ ഗ്രേഡ് കൊണ്ട് മാത്രമല്ല, KERF റാങ്കിങ്ങിൽ 43-ാം സ്ഥാനവും അതോടൊപ്പം NIRF റാങ്കിങ്ങിലും മറ്റ് മേഖലകളിലുമുള്ള ഇടപെടലുകളും ക്യാമ്പസിനെ വ്യത്യസ്തമാക്കുന്നുണ്ട്. ഈ ക്യാമ്പസിന്റെ ഭാവിയിലേക്കുള്ള ചുവടുവെപ്പുകളിൽ പങ്കാളിത്തം വഹിക്കാൻ പൊതുസമൂഹത്തിന്റെ കരുത്തുറ്റ പിന്തുണയും ഞങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട്. സർവകലാശാല കലോത്സവങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ തുടർച്ചയായിട്ട് നാടകോത്സവം, വിവിധ കലാപരിപാടികൾ എന്നിവയിൽ മികച്ച നിലവാരം പുലർത്തുന്നുണ്ട്. തുടർച്ചയായി മികച്ച അഭിനേതാവിനെ വാർത്തെടുക്കാനും ഈ ക്യാമ്പസിന് കഴിഞ്ഞിട്ടുണ്ട്. കായിക രംഗത്ത് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മികവ് പുലർത്തുന്ന ഈ ക്യാമ്പസ് കഴിഞ്ഞ വർഷങ്ങളിൽ മാർഷൽ ആർട്സിൽ ദേശീയ തലത്തിൽ നേടിയിട്ടുള്ള നിരവധി പുരസ്കാരങ്ങളുടെ ഒരു ശ്രേണിയുണ്ട്. വോളിബോളിന്റെ ഈറ്റില്ലം എന്നാണ് കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ് അറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ കായിക മേഖലയിൽ മികച്ച പരിശീലനങ്ങൾ നൽകാൻ പ്രാപ്തിയുള്ള അധ്യാപകരും ഈ ക്യാമ്പസിന്റെ സവിശേഷതയാണ്. ക്യാമ്പസിന്റെ സവിശേഷതയാണ് സെന്റ് തോമസ് കോളേജ് ലിറ്റററി ഫെസ്റ്റിവൽ. കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള സാഹിത്യകാരന്മാർ, പ്രഭാഷകന്മാർ എന്നിവർ പങ്കെടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി നടത്തുന്ന ചർച്ചകൾ ക്യാമ്പസിന്റെ സവിശേഷതയാണ്. അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും പ്രശസ്തരായിട്ടുള്ള പ്രഭാഷകരുടെ നിരന്തര സാന്നിധ്യവും സന്ദർശനവും ഈ ക്യാമ്പസിനെ വ്യത്യസ്തമായ ഒരു അക്കാദമിക് അന്തരീക്ഷത്തെ പ്രദാനം ചെയ്യുന്നുണ്ട്. ഇത്തരമൊരു അന്തരീക്ഷം സ്വീകരിക്കുന്നതിനും നമ്മുടെ ഭാവിയെ അർത്ഥവത്തായിട്ടുള്ള രീതിയിൽ രൂപപ്പെടുത്തുന്നതിനും തുടർച്ചയായി പിന്തുണ നൽകാൻ കഴിയുന്ന നിലയിലാണ് DBT സ്റ്റാർ കോളേജ് പദവി സെന്റ് തോമസ് കോളേജിന് കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച് നൽകിയിട്ടുള്ളത്. വരുന്ന 8 വർഷങ്ങൾ തുടർച്ചയായ മോണിറ്ററിംഗിലൂടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധേയമായ സാമ്പത്തിക പിന്തുണകളിലൂടെ ഈ ക്യാമ്പസ് ഒരു പുതിയ മുഖം വികസിപ്പിച്ചെടുക്കും എന്നുള്ള പ്രത്യാശയിലാണ് ഞങ്ങൾ. കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിന്റെ സമ്പന്നവും സൗഹൃദപൂർണവുമായ അന്തരീക്ഷത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു.